താരപ്രചാരകൻ ശശി തരൂർ മുന്നിൽ. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ശശി തരൂരുണ്ട്. ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തന്റെ താരപ്രഭയിൽ പ്രൗഢഗംഭീരമായി തന്നെ അവസാനിച്ചു. മെയ് 2 ഗോവയിൽ നിന്നും തുടങ്ങി ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഡൽഹി, ഹരിയാന, ബീഹാർ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ നഗരങ്ങളിലെ പ്രചരണ പരിപാടികൾ കഴിഞ്ഞ ദിവസമാണ് ഹിമാചലിൽ അവസാനിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായ രാഷ്ട്രീയ വാചകങ്ങളിലാണ് തരൂർ പ്രചരണം നടത്തിയത്. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഇന്ത്യയുടെ മതേതര ഭാവി തന്നെ ആശങ്കയിലാകുമെന്ന് തരൂർ യോഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞു. ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള പ്രാദേശിക വിഷയങ്ങളും രാജ്യത്തെ യുവാക്കളും വനിതകളും കർഷകരും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളും കണക്കുകൾ സഹിതം ജനങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം അവതരിപ്പിച്ചു. റാലിയും പൊതുയോഗങ്ങളും സംവാദങ്ങളും NSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തന യോഗങ്ങളും ചർച്ചകളും പത്രസമ്മേളനങ്ങളും ഉൾപ്പെടെ വിവിധ പരിപാടികൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അമൃത്സറിലെത്തിയ തരൂർ അവിടെ രാഹുൽ ഗാന്ധിയുടെ പൊതുയോഗത്തിലും പങ്കെടുത്തു. എല്ലാ സംസ്ഥാനങ്ങളിലും എഴുത്തുകാരും യുവാക്കളുമടക്കം ഒട്ടനവധി ആളുകൾ കൂടിക്കാഴ്ചയ്ക്കായി തരൂരിനെ കാത്തുനിന്നിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്ത് ആനന്ദ് ശർമ്മയ്ക്കായി കഴിഞ്ഞ ദിവസം ഹിമാചലിൽ എത്തിയ അദ്ദേഹം ധരംശാലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച റോഡ് ഷോയിലും പങ്കെടുത്തു. ഏറ്റവും അടുത്ത സുഹൃത്ത് ആനന്ദ് ശർമ്മയ്ക്കായി കഴിഞ്ഞ ദിവസം ഹിമാചലിലെത്തിയ അദ്ദേഹം ധരംശാലയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച റോഡ് ഷോയിലും പങ്കെടുത്തു. തുടർന്ന് ടിബറ്റ് ആത്മീയാചാര്യൻ ദലൈ ലാമയും ടിബറ്റ് പ്രസിഡന്റ് പെൻബ സെറിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഡൽഹിയിലേക്ക് മടങ്ങി. വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് നേതാക്കളായ അനിൽ തോമസ്, NS നുസൂർ, ചിൻഡു കുര്യൻ ജോയ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹാട്രിക് വിജയത്തിന് ശേഷം 4ാം തവണയും പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളിൽ പ്രധാനിയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂർ. സിറ്റിംഗ് MP എന്ന നിലയിൽ താൻ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ വിശദമാക്കി വികസന രേഖ ഉൾപ്പെടെ പുറത്തിറക്കിയാണ് തരൂരിന്റെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ. ലോകപ്രസിദ്ധനായ ഒരു നേതാവ് വോട്ടഭ്യർത്ഥനയുമായി എത്തുമ്പോൾ സെൽഫി എടുക്കാനും ഷെയ്ക്ക് ഹാൻഡ് നൽകാനുമായിരുന്നു തിരക്കേറെയും. കോൺഗ്രസിലെ ഉന്നത നേതാക്കളടക്കം BJPയിലേക്ക് പോവുകയും BJP ഹിന്ദുത്വത്തിന്റെ രീതിയിലേക്ക് രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് തരൂർ. അതുകൊണ്ട് തന്നെ BJPക്ക് തിരുവനന്തപുരത്തും കേരളത്തിലും നിലനിൽപ്പില്ല. തിരുവനന്തപുരത്തടക്കം ഇത്തവണയും UDF വിജയിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തിന്റെ MP ആയിരുന്നതുകൊണ്ട് മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തെ MP ആയിരുന്ന ആ മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. തിരുവനന്തപുരത്തെ വിവിധ വിഷയങ്ങൾ അറിയിക്കേണ്ടടുത്ത് അറിയിച്ച് പരിഹാരങ്ങൾ കാണുന്നതിൽ വിദഗ്ധൻ തന്നെയാണ് തരൂർ. ഫണ്ട് വിനിയോഗത്തിൽ 1ാം സ്ഥാനവും തിരുവനന്തപുരം മണ്ഡലത്തിന് ഉണ്ടായിരുന്നു. അനുവദിച്ച തുകയിൽ 124.87% ചെലവഴിച്ചത്. 8.88 കോടി രൂപയാണ് മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചത്. ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവർ കൂടി അറിയുന്നതിനാണ് വികസന രേഖ തരൂർ പുറത്തിറക്കിയത് തന്നെ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, കടൽഭിത്തി നിർമ്മാണം, അംഗപരിമിതരുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനം, മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ അടിസ്ഥാന വികസനം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നത്. കായിക മേഖലയ്ക്ക് പ്രോത്സാഹനമായി ബാഡ്മിന്റൺ കോർട്ട്, ഫുട്ബോൾ കോർട്ട്, പ്രാക്ടീസ് ഉപകരണങ്ങളും സ്കൂളുകൾക്ക് ബസ്സുകൾ, ലാപ്ടോപ്പുകൾ, ഹൈബ്രിഡ് കിറ്റണുകൾ എന്നിവയ്ക്കും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക ചിലവിട്ടു. മിനിമാസ് ലൈറ്റുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് പുറമെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി സോളാർ, മഴവെള്ള സംഭരണികൾ എന്നിവയ്ക്കായി ഫണ്ട് അനുവദിച്ചു. സംസ്ഥാനത്തെ ആദ്യ ഒക്കുപേഷൻ തെറാപ്പി റൂം സ്ഥാപിച്ചത് MP ഫണ്ടിലൂടെയാണ്. കടലാക്രമണം രൂക്ഷമായ കൊച്ചുതോപ്പ്, പൊഴിയൂർ, പരുത്തിയൂർ, കൊല്ലങ്കോട് പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മാണത്തിനായി 1.5 കോടി രൂപയാണ് MP ഫണ്ടിൽ നിന്ന് ചിലവിട്ടത്.
ഇതുകൊണ്ടും അവസാനിച്ചിട്ടില്ല. തലസ്ഥാനത്തിന്റെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യം വെച്ച് പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പാർലമെന്റിലെത്തിയിട്ട് കൂടുതലൊന്നും ചെയ്യാനില്ല. അവരെ അങ്ങോട്ട് വിടുന്നത് വെറും വേസ്റ്റ് ആണ്. BJPയും അവർക്ക് എതിരെ നിൽക്കുന്നവരും തമ്മിലുള്ള മത്സരമാണ് ശരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാനുള്ളത്. BJPക്കെതിരെ പോരാടുന്നത് കോൺഗ്രസ് ആണ്. പരമാവധി സീറ്റുകൾ നേടുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. കേന്ദ്ര വിഷയങ്ങളിൽ CPMനും കാര്യമായ പ്രസക്തിയില്ല.